പുതിയതായിട്ട് ഒരാൾ ക്രെഡിറ്റ് കാർഡ് എടുക്കാൻ നോക്കുമ്പോൾ മാർക്കറ്റിൽ ഇഷ്ടം പോലെ ക്രെഡിറ്റ് കാർഡുകൾ ലഭ്യമാണ്. നമ്മൾ അപ്ലൈ ചെയ്യുന്ന എല്ലാ ക്രെഡിറ്റ് കാർഡുകളും നമുക്ക് ലഭിക്കണമെന്നില്ല. ഓരോ ക്രെഡിറ്റ് കാർഡുകൾക്കും പലതരത്തിലുള്ള എലിജിബിലിറ്റി മാനദണ്ഡങ്ങൾ ഉണ്ടാകും. അത് ഓക്കെ ആണെങ്കിൽ മാത്രമേ നമുക്ക് കാർഡ് ഇഷ്യൂ ചെയ്ത് കിട്ടുകയുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് തുടക്കക്കാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയ മികച്ച ക്രെഡിറ്റ് കാർഡുകൾ പരിചയപ്പെടാം. നിങ്ങൾ ആദ്യമായാണ് ഈ ചാനലിലെ വീഡിയോ കാണുന്നതെങ്കിൽ ദയവായിട്ട് വീഡിയോയ്ക്ക് താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് അതിനടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക. അതുപോലെ തന്നെ യൂട്യൂബിൻ്റെ അൽഗോരിതം അനുസരിച്ച് ഈ വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് എത്തണമെങ്കിൽ നിങ്ങളുടെ ഒരു ലൈക്ക് തീർച്ചയായിട്ടും വേണം. അതുകൊണ്ട് തന്നെ വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ഒരു ലൈക്ക് നൽകുക. അപ്പോൾ എല്ലാവരെയും മണി മലയാളത്തിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. തുടക്കക്കാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയ എൻട്രി ലെവൽ ക്രെഡിറ്റ് കാർഡുകൾ നൽകുന്ന ഒരു ബാങ്കാണ് HDFC ബാങ്ക്. HDFC ബാങ്കിന്റെ മണി ബാക്ക് ക്രെഡിറ്റ് കാർഡ് തുടക്കക്കാർക്ക് എടുക്കാൻ പറ്റിയ ഒരു ക്രെഡിറ്റ് കാർഡാണ്. ഇതൊരു മൾട്ടി പർപ്പസ് ക്രെഡിറ്റ് കാർഡാണ്. നമുക്കിത് ഷോപ്പിങ്ങിന് ഉപയോഗിക്കാൻ നേരത്തെ പലതരത്തിലുള്ള റിവാർഡ് പോയിന്റും കാര്യങ്ങളും ഈ ഒരു കാർഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് എന്തെങ്കിലും പ്രൊഡക്റ്റ് ഒക്കെ പർച്ചേസ് ചെയ്തിട്ട് EMI ആയിട്ട് കൺവേർട്ട് ചെയ്യാം. പിന്നെ നമുക്കറിയാം ഫ്ലിപ്കാർട്ട്, ആമസോൺ, ഇല്ലെങ്കിൽ റിലയൻസ് ഡിജിറ്റൽ, പിന്നെ ഈവൻ ഇപ്പോൾ തുടങ്ങിയ ആപ്പിൾ സ്റ്റോർ പോലുള്ള ഇ-കൊമേഴ്സ് സൈറ്റുകളിൽ നമുക്ക് HDFC കാർഡുകൾക്ക് ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഡിസ്കൗണ്ടും കാര്യങ്ങളും നമുക്ക് ഈ ഒരു ക്രെഡിറ്റ് കാർഡിന് ലഭിക്കും. അങ്ങനെ മൊത്തത്തിൽ മൾട്ടി പർപ്പസുകൾക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്ന ഒരു ബിഗിനേഴ്സ് ക്രെഡിറ്റ് കാർഡാണ് മണി ബാക്ക് ക്രെഡിറ്റ് കാർഡ്. ഇനി ഈ ഒരു കാർഡിന്റെ റിവാർഡ് പോയിന്റ് ഒക്കെ നമുക്ക് നോക്കാം. നിങ്ങൾ ഓരോ 150 രൂപയും ഈ ഒരു ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് സ്പെൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 2 റിവാർഡ് പോയിന്റ് ലഭിക്കും. എന്നാൽ നിങ്ങൾ ഓൺലൈനിൽ ഈ ഒരു കാർഡ് ഉപയോഗിച്ച് സ്പെൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇരട്ടി റിവാർഡ് പോയിന്റ് ലഭിക്കും. അതായത് നിങ്ങൾ ഓൺലൈനിൽ നിങ്ങൾ 150 രൂപ സ്പെൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 2 റിവാർഡ് പോയിന്റിന് പകരം 4 റിവാർഡ് പോയിന്റ് ലഭിക്കും. പിന്നെ എല്ലാ ക്വാർട്ടറിലും നിങ്ങൾ ഈ ഒരു ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് ഒരു 50,000 രൂപ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 500 രൂപയുടെ ഒരു ഗിഫ്റ്റ് വൗച്ചർ ലഭിക്കും. അങ്ങനെ മൊത്തത്തിൽ ഒരു വർഷത്തിൽ നിങ്ങൾക്ക് 2000 രൂപയുടെ ഗിഫ്റ്റ് വൗച്ചർ ഈ ഒരു ക്രെഡിറ്റ് കാർഡ് ഓഫർ ചെയ്യുന്നുണ്ട്. ഒരു റിവാർഡ് പോയിന്റിന്റെ വാല്യൂ വരുന്നത് 20 പൈസയാണ്. സീറോ ലയബിലിറ്റി ഓപ്ഷൻ അവൈലബിൾ ആണ്. അതായത് നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡ് നഷ്ടമായി, നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡ് അക്കൗണ്ടിൽ നിന്നും പണം നഷ്ടമായാൽ, നിങ്ങൾ കാർഡ് നഷ്ടമായതിന് 24 മണിക്കൂറിനുള്ളിൽ നിങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നഷ്ടമായ പണത്തിന് ഉത്തരവാദിത്വം വഹിക്കേണ്ടതായിട്ടില്ല. ഈ ഒരു ക്രെഡിറ്റ് കാർഡിന്റെ ഇൻട്രസ്റ്റ് ഫ്രീ പീരീഡ് വരുന്നത് 50 ദിവസമാണ്. പിന്നെ നമുക്ക് 1% ഫ്യൂവൽ സർചാർജ് വെയ്വർ ഓപ്ഷൻ അവൈലബിൾ ആണ്. പക്ഷേ മിനിമം നിങ്ങൾ ഫ്യൂവൽ നിറക്കേണ്ട എമൗണ്ട് വരുന്നത് 400 രൂപയാണ്. 400 രൂപയിൽ താഴെയുള്ള എമൗണ്ടിനാണ് നിങ്ങൾ ഫ്യൂവൽ ഫിൽ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഫ്യൂവൽ സർചാർജ് വെയ്വർ ഓപ്ഷൻ അവൈലബിൾ അല്ല. പിന്നെ ഒരു ക്യാപ്പും വരുന്നുണ്ട്. നിങ്ങൾ ഫ്യൂവൽ ഫിൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു ബില്ലിംഗ് സൈക്കിളിൽ പരമാവധി 250 രൂപയുടെ ഫ്യൂവൽ സർചാർജ് വെയ്വർ മാത്രമേ ലഭ്യമാവുകയുള്ളൂ. പിന്നെ വെൽക്കം ബെനിഫിറ്റ് ആയിട്ട് നിങ്ങൾക്ക് 500 ക്യാഷ് ബാക്ക് പോയിന്റ് ലഭിക്കും. ഒരു ക്യാഷ് ബാക്ക് പോയിന്റിന്റെ വാല്യൂ വരുന്നത് 25 പൈസയാണ്. ഈ ഒരു കാർഡിന്റെ ജോയിനിങ് ഫീയും ആനുവൽ ഫീയും വരുന്നത് 500 രൂപ പ്ലസ് GST ആണ്. എന്നാൽ നിങ്ങളൊരു കാർഡ് ലഭിച്ചിട്ട് ഫസ്റ്റ് 90 ദിവസത്തിനുള്ളിൽ നിങ്ങൾ 20,000 രൂപ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ജോയിനിങ് ഫീ നിങ്ങൾക്ക് ഒഴിവാക്കി കിട്ടും. പിന്നീട് നിങ്ങൾ ആ ഒരു വർഷത്തിൽ നിങ്ങൾ 50,000 രൂപ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ സെക്കൻഡ് ഇയറിലെ ആനുവൽ ഫീയും ഒഴിവാക്കി കിട്ടുന്നതായിരിക്കും. പിന്നെ നിങ്ങൾ ഈ ഒരു കാർഡ് എടുത്ത ശേഷം നിങ്ങളുടെ ഒരു പോസ്റ്റ് പെയ്ഡ് മൊബൈൽ നമ്പറോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻഷുറൻസോ ഒക്കെ ഈ ഒരു കാർഡുമായി ലിങ്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ആനുവൽ ഫീ ഒഴിവാക്കി കിട്ടും. ലൈഫ് ടൈം നിങ്ങൾക്ക് ഈ ഒരു കാർഡ് സൗജന്യമായിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഞാൻ പേഴ്സണലി ഉപയോഗിക്കുന്ന ക്രെഡിറ്റ് കാർഡാണ് ഈ ഒരു മണി ബാക്ക് ക്രെഡിറ്റ് കാർഡ്. ഞാനിപ്പോൾ ഏകദേശം ഒരു 2 വർഷത്തോളം ആകുന്നു ഈ ഒരു ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട്. ഞാൻ കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ് ആണ്. ഞാൻ ഈ ഒരു ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് ഒരു പോളിസി പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു കാർഡ് എനിക്ക് നിലവിൽ സൗജന്യമായിട്ടാണ് ഉപയോഗിക്കാൻ സാധിക്കുന്നത്. യാതൊരുവിധ ആനുവൽ ഫീയും നൽകേണ്ടതായിട്ടില്ല. ഇനി ഈ ഒരു കാർഡിന് അപ്ലൈ ചെയ്യാനുള്ള എലിജിബിലിറ്റി നോക്കാം. നിങ്ങൾ സാലറീഡ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ നിങ്ങളുടെ ഏജ് വരേണ്ടത് 21 വയസ്സിനും 60 വയസ്സിനും ഇടയിലാണ്. നിങ്ങളുടെ മന്ത്ലി ഇൻകം വരേണ്ടത് 25,000 രൂപയാണ്. നിങ്ങളൊരു സെൽഫ് എംപ്ലോയ്ഡ് ആണെങ്കിൽ നിങ്ങളുടെ ഏജ് വരേണ്ടത് 21 വയസ്സിനും 65 വയസ്സിനും ഇടയിലാണ്. നിങ്ങളുടെ ITRൽ നിങ്ങളുടെ ആനുവൽ ഇൻകം വരേണ്ടത് മിനിമം 6 ലക്ഷം രൂപയാണ്. തുടക്കക്കാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയ മറ്റൊരു ക്രെഡിറ്റ് കാർഡാണ് HDFC ബാങ്കിന്റെ തന്നെ ഭാരത് ക്രെഡിറ്റ് കാർഡ്. ആദ്യം നമുക്ക് ഈ ഒരു കാർഡ് അപ്ലൈ ചെയ്യാനുള്ള എലിജിബിലിറ്റി നോക്കാം. സാലറീഡ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഏജ് വരേണ്ടത് 21 വയസ്സിനും 60 വയസ്സിനും ഇടയിലാണ്. സാലറി വരേണ്ടത് 12,000 രൂപയ്ക്ക് മുകളിലാണ്. സെൽഫ് എംപ്ലോയ്ഡ് ആണെങ്കിൽ ഏജ് വരേണ്ടത് 21 വയസ്സിനും 65 വയസ്സിനും ഇടയിലാണ്. നിങ്ങളുടെ ITRലെ ആനുവൽ ഇൻകം വരേണ്ടത് 2 ലക്ഷം രൂപയ്ക്ക് മുകളിലാണ്. ഇനി നമുക്ക് ഈ ഒരു കാർഡിന്റെ ഫീച്ചേഴ്സ് നോക്കാം. നിങ്ങൾ ഈ ഒരു ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് IRCTC വെബ്സൈറ്റിലൂടെ ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ മന്ത്ലി നിങ്ങൾക്ക് 5% ക്യാഷ് ബാക്ക് ലഭിക്കും. പിന്നെ നിങ്ങൾ ഫ്യൂവൽ നിറക്കുമ്പോൾ നിങ്ങൾക്ക് 1% ഫ്യൂവൽ സർചാർജ് വെയ്വർ ഓപ്ഷൻ അവൈലബിൾ ആണ്. പക്ഷേ ആദ്യം പറഞ്ഞതുപോലെ മിനിമം ഫ്യൂവൽ നിറക്കേണ്ട എമൗണ്ട് വരുന്നത് 400 രൂപയാണ്. 400 രൂപയിൽ താഴെയുള്ളൊരു എമൗണ്ടിനാണ് നിങ്ങൾ ഫ്യൂവൽ ഫിൽ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഫ്യൂവൽ സർചാർജ് വെയ്വർ ഓപ്ഷൻ ലഭ്യമല്ല. പിന്നെ നിങ്ങൾക്ക് ഒരു ബില്ലിംഗ് സൈക്കിളിൽ പരമാവധി 250 രൂപയുടെ ഫ്യൂവൽ സർചാർജ് വെയ്വർ മാത്രമേ ലഭ്യമാവുകയുള്ളൂ. പിന്നെ ഈ ഒരു ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് നിങ്ങൾ ഗ്രോസറി ഒക്കെ പർച്ചേസ് ചെയ്യുവാൻ നേരത്തെ നിങ്ങൾക്ക് 5%
മന്ത്ലി ക്യാഷ് ബാക്ക് ലഭിക്കും. പിന്നെ നിങ്ങൾ ഈ ഒരു കാർഡ് ഉപയോഗിച്ച് വിവിധ തരത്തിലുള്ള ബിൽ പേയ്മെന്റുകൾ നടത്തുമ്പോഴും അതുപോലെ തന്നെ പേസാപ്പ്, സ്മാർട്ട് ബൈ പോലുള്ള HDFC ബാങ്കിന്റെ ഇ-കൊമേഴ്സ് സൈറ്റ് വഴി ഷോപ്പിംഗ് നടത്തുമ്പോഴും ഒക്കെ നിങ്ങൾക്ക് 5% ക്യാഷ് ബാക്കും ഈ ഒരു ക്രെഡിറ്റ് കാർഡ് ഓഫർ ചെയ്യുന്നുണ്ട്. ക്യാഷ് ബാക്കിനൊക്കെ ഒരു ക്യാപ്പ് വരുന്നുണ്ട്. മാക്സിമം മന്ത്ലി ക്യാഷ് ബാക്ക് വരുന്നത് 150 രൂപയും ഇയർലി ക്യാഷ് ബാക്ക് വരുന്നത് 3600 രൂപയുമാണ്. ഈ ഒരു കാർഡിന്റെ ആനുവൽ ഫീ വരുന്നത് 500 രൂപ പ്ലസ് GST ആണ്. പക്ഷേ ആദ്യം പറഞ്ഞതുപോലെ നിങ്ങൾ ഈ ഒരു ക്രെഡിറ്റ് കാർഡ് എടുത്ത ശേഷം എന്തെങ്കിലും ഒരു ഇൻഷുറൻസ് പർച്ചേസ് ചെയ്താലോ അല്ലെങ്കിൽ നിങ്ങളുടെ പോസ്റ്റ് പെയ്ഡ് നമ്പറുമായി ലിങ്ക് ചെയ്താലോ ഒക്കെ നിങ്ങൾക്ക് ഈ ഒരു ആനുവൽ ഫീ ഒഴിവാക്കിയെടുക്കുവാനായി സാധിക്കും. ബിഗിനേഴ്സിന് അപ്ലൈ ചെയ്യാൻ പറ്റിയ മറ്റൊരു ക്രെഡിറ്റ് കാർഡാണ് ICICI ബാങ്കിന്റെ പ്ലാറ്റിനം ചിപ്പ് ക്രെഡിറ്റ് കാർഡ്. ഈ ഒരു ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് നിങ്ങൾ ഓരോ 100 രൂപ സ്പെൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 2 പേ ബാക്ക് പോയിന്റ് ലഭിക്കും. പക്ഷേ ഫ്യൂൽ നടക്കുമ്പോൾ ഈ ഒരു പേ ബാക്ക് പോയിന്റ്സ് ലഭിക്കില്ല. പിന്നെ നിങ്ങൾ ഇൻഷുറൻസ്, യൂട്ടിലിറ്റി പേയ്മെന്റുകൾക്ക് ഈ ഒരു ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുമ്പോൾ ഓരോ 100 രൂപ സ്പെൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 1 പേ ബാക്ക് പോയിന്റ് ലഭിക്കും. ഈ ഒരു പേ ബാക്ക് പോയിന്റ്സ് നിങ്ങൾക്ക് പിന്നീട് വിവിധ രീതിയിൽ റെഡീം ചെയ്യാനായിട്ട് സാധിക്കും. ബുക്ക് മൈ ഷോയിൽ റെഡീം ചെയ്യാം. പിന്നെ മൊബൈവിക്കിലേക്ക് ഇത് ക്യാഷ് ആയിട്ട് മാറ്റാനുള്ള ഓപ്ഷനും ലഭ്യമാണ്. ഇനി ഈ ഒരു ക്രെഡിറ്റ് കാർഡിന് അപ്ലൈ ചെയ്യാനുള്ള എലിജിബിലിറ്റി നോക്കാം. ഏജ് വരുന്നത് മിനിമം 23 വയസ്സാണ്. മന്ത്ലി ഇൻകം വരേണ്ടത് മിനിമം 20,000 രൂപയാണ്. ബിഗിനേഴ്സിന് അപ്ലൈ ചെയ്യാൻ പറ്റിയ മറ്റൊരു ക്രെഡിറ്റ് കാർഡാണ് ICICI ബാങ്കിന്റെ തന്നെ ഇൻസ്റ്റന്റ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ്. ഇതൊരു ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇട്ട് നമുക്ക് അതിന് അഗെയിൻസ്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്ന ക്രെഡിറ്റ് കാർഡാണ്. മിനിമം ഇടേണ്ട ഫിക്സഡ് ഡെപ്പോസിറ്റ് എമൗണ്ട് 20,000 രൂപയാണ്. ഈ ഒരു കാർഡ് നമുക്ക് സൗജന്യമാണ്. ജോയിനിങ് ഫീയോ ആനുവൽ ഫീയോ ഒന്നും തന്നെ ഇല്ല. ഈ ഒരു കാർഡിന്റെയും റിവാർഡ് പോയിന്റ് നേരത്തെ പറഞ്ഞ റിവാർഡ് പോയിന്റുമായിട്ട് സെയിം ആണ്. നിങ്ങൾ ഓരോ 100 രൂപ സ്പെൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 2 പേ ബാക്ക് പോയിന്റ് ലഭിക്കും. യൂട്ടിലിറ്റീസ്, ഇൻഷുറൻസ് പോലുള്ള പേയ്മെന്റുകൾക്കാണെങ്കിൽ നിങ്ങൾക്ക് ഓരോ 100 രൂപ സ്പെൻഡ് ചെയ്യുമ്പോഴും 1 പേ ബാക്ക് പോയിന്റും ലഭിക്കുന്നതാണ്. പിന്നെ നമ്മൾ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇട്ടിട്ട് അതിന് അഗെയിൻസ്റ്റ് ആയിട്ട് എടുക്കുന്ന ക്രെഡിറ്റ് കാർഡ് ആയതിനാൽ നമ്മുടെ പലിശ കുറവാണ്. മന്ത്ലി ഇൻട്രസ്റ്റ് വരുന്നത് 2.49%, വാർഷിക പലിശ വരുന്നത് ഏകദേശം 29.88%. ബിഗിനേഴ്സിന് അപ്ലൈ ചെയ്യാൻ പറ്റിയ മറ്റൊരു ക്രെഡിറ്റ് കാർഡാണ് HDFC ബാങ്കിന്റെ ഫ്രീഡം ക്രെഡിറ്റ് കാർഡ്. ആദ്യം നമുക്ക് ഈ ഒരു ക്രെഡിറ്റ് കാർഡിന് അപ്ലൈ ചെയ്യാനുള്ള എലിജിബിലിറ്റി എന്തൊക്കെയാണെന്ന് നോക്കാം. സാലറിഡ് ആയിട്ടുള്ള വ്യക്തിയാണെങ്കിൽ ഏജ് വരേണ്ടത് 21 വയസ്സിനും 60 വയസ്സിനും ഇടയിലാണ്. ഇൻകം വരേണ്ടത് 12,000 രൂപയ്ക്ക് മുകളിലാണ്. സെൽഫ് എംപ്ലോയ്ഡ് ആയിട്ടുള്ള വ്യക്തികളാണെങ്കിൽ ഏജ് വരേണ്ടത് 21 വയസ്സിനും 65 വയസ്സിനും ഇടയിലാണ്. നിങ്ങളുടെ ITRൽ വരേണ്ട മിനിമം ആനുവൽ ഇൻകം 2 ലക്ഷം രൂപയാണ്. ഈ ഒരു കാർഡിന്റെ ജോയിനിങ് ഫീം അതുപോലെ തന്നെ ആനുവൽ ഫീം വരുന്നത് 500 രൂപ പ്ലസ് GST ആണ്. എന്നാൽ ഈ ഒരു കാർഡ് ലഭിച്ചതിന് ശേഷം നിങ്ങൾ ഒരു വർഷത്തിനുള്ളിൽ 50,000 രൂപ സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ആനുവൽ ഫീ ഒഴിവാക്കി കിട്ടുന്നതാണ്. ഇനി ഈ ഒരു കാർഡിന്റെ ഫീച്ചേഴ്സ് നമുക്ക് നോക്കാം. ഈ ഒരു കാർഡ് ഉപയോഗിച്ച് നിങ്ങൾ ഓരോ 150 രൂപ സ്പെൻഡ് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് 1 റിവാർഡ് പോയിന്റ് ലഭിക്കും. പിന്നെ ഈ ഒരു കാർഡ് ഉപയോഗിച്ച് നിങ്ങൾ ആനുവലി ഒരു 90,000 രൂപ സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 1000 രൂപയുടെ ഒരു ഗിഫ്റ്റ് വൗച്ചർ ലഭിക്കും. പിന്നെ ഫ്യൂവൽ സർചാർജ് വേവർ ഓപ്ഷൻ അവൈലബിൾ ആണ്. 1% ഫ്യൂവൽ സർചാർജ് വേവർ ആണ് വരുന്നത്. പക്ഷേ ലിമിറ്റ് ഉണ്ട്. മിനിമം നിങ്ങൾ 400 രൂപക്കെങ്കിലും ഫ്യൂവൽ നിറച്ചിരിക്കണം. അതുപോലെ തന്നെ ഒരു ബില്ലിംഗ് സൈക്കിളിൽ നമുക്ക് പരമാവധി 250 രൂപയുടെ ഫ്യൂവൽ സർചാർജ് മാത്രമേ ഒഴിവാക്കി കിട്ടുകയുള്ളൂ. പിന്നെ ഈ ഒരു കാർഡിന്റെ കീഴിലായിട്ട് നിങ്ങൾക്ക് സൗജന്യമായിട്ട് 3 ആഡ് ഓൺ കാർഡ്സ് ലഭിക്കും. അതായത് നിങ്ങൾ കാർഡ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫാമിലിയിലുള്ളവർക്ക്, അതായത് നിങ്ങളുടെ കുട്ടികൾക്കോ അല്ലെങ്കിൽ വൈഫിനോ അങ്ങനെയുള്ളവർക്കൊക്കെ ക്രെഡിറ്റ് കാർഡ് വേണമെങ്കിൽ ഇതിന്റെ അണ്ടറിൽ നിങ്ങൾക്ക് എടുത്തു കൊടുക്കുവാനായിട്ട് സാധിക്കും. അങ്ങനെ പരമാവധി നിങ്ങൾക്ക് 3 ക്രെഡിറ്റ് കാർഡ് എടുക്കാം. 3 ക്രെഡിറ്റ് കാർഡും സൗജന്യമായിരിക്കും. ബിഗിനേഴ്സിന് എടുക്കാൻ പറ്റിയ മറ്റൊരു ക്രെഡിറ്റ് കാർഡാണ് SBIയുടെ സിംപ്ലി സേവ് ക്രെഡിറ്റ് കാർഡ്. എവരിഡേ യൂസിന് പറ്റിയ ഒരു മൾട്ടി പർപ്പസ് ക്രെഡിറ്റ് കാർഡാണിത്. ഈ ഒരു കാർഡിന്റെ ആനുവൽ ഫീ വരുന്നത് 499 രൂപയാണ്. പക്ഷേ നിങ്ങൾ ഒരു വർഷത്തിനുള്ളിൽ നിങ്ങൾ 1 ലക്ഷം രൂപ ഈ ഒരു കാർഡ് ഉപയോഗിച്ച് സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ആനുവൽ ഫീ ഒഴിവാക്കി കിട്ടുന്നതാണ്. നിങ്ങൾ ഈ ഒരു കാർഡ് ലഭിച്ചതിന് ശേഷം ആദ്യത്തെ 60 ദിവസത്തിനുള്ളിൽ 20,000 രൂപ സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 2000 റിവാർഡ് പോയിന്റ് ലഭിക്കും. ഈ ഒരു കാർഡ് ഉപയോഗിച്ച് നിങ്ങൾ ഡൈനിങ്, ഗ്രോസറീസ്, മൂവീസ് പോലുള്ള ആവശ്യങ്ങൾക്ക് ഓരോ 100 രൂപ സ്പെൻഡ് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് 10 റിവാർഡ് പോയിന്റ് ലഭിക്കും. ഈ ഒരു കാർഡ് ഉപയോഗിച്ചുള്ള മറ്റെല്ലാ പേയ്മെന്റുകൾക്കും ഓരോ 100 രൂപ സ്പെൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 1 റിവാർഡ് പോയിന്റ് ലഭിക്കും. SBI കാർഡ്സിന്റെ റിവാർഡ് പോയിന്റിന്റെ വാല്യൂ നോക്കുകയാണെങ്കിൽ 4 റിവാർഡ് പോയിന്റ് എന്ന് പറയുന്നത് 1 രൂപയ്ക്ക് തുല്യമാണ്. പിന്നെ ഈ ഒരു കാർഡിൽ നമുക്ക് ഫ്യൂവൽ സർചാർജ് വേവർ ഓപ്ഷൻ അവൈലബിൾ ആണ്. 1% ഫ്യൂവൽ സർചാർജ് വേവർ ഓപ്ഷൻ ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. മിനിമം ഫ്യൂവൽ നിറയ്ക്കേണ്ട എമൗണ്ട് വരുന്നത് 500 രൂപയും പരമാവധി 3000 രൂപയുമാണ്. ഫ്യൂവൽ സർചാർജ് ഓപ്ഷൻ ലഭ്യമാകണമെങ്കിൽ നിങ്ങൾ ഫ്യൂവൽ നിറയ്ക്കേണ്ട മിനിമം എമൗണ്ട് വരുന്നത് 500 രൂപയും പരമാവധി എമൗണ്ട് വരുന്നത് 3000 രൂപയുമായിരിക്കണം. തുടക്കക്കാർക്ക് പറ്റിയ SBIയുടെ തന്നെ മറ്റൊരു ക്രെഡിറ്റ് കാർഡാണ് SBI സിംപ്ലി ക്ലിക്ക് ക്രെഡിറ്റ് കാർഡ്. ഇതൊരു ഷോപ്പിങ്ങിന് പറ്റിയ ഒരു ക്രെഡിറ്റ് കാർഡാണ്. ഈ ഒരു കാർഡിന്റെ ആനുവൽ ഫീ സിംപ്ലി സേവ് ക്രെഡിറ്റ് കാർഡിന്റേതുമായിട്ട് തുല്യമാണ്. 499 രൂപയാണ്. പക്ഷേ ഈ ഒരു കാർഡ് എടുത്തതിന് ശേഷം നിങ്ങൾ ഒരു വർഷത്തിനുള്ളിൽ 1 ലക്ഷം രൂപ സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ആനുവൽ ഫീ ഒഴിവാക്കി കിട്ടുന്നതാണ്. ഇനി ഈ ഒരു കാർഡ് അപ്ലൈ ചെയ്യാനുള്ള എലിജിബിലിറ്റി നോക്കുകയാണെങ്കിൽ മിനിമം മന്ത്ലി ഇൻകം വരേണ്ടത് 18,000 രൂപയ്ക്കും 20,000 രൂപയ്ക്കും ഇടയിലാണ്. ഇനി സെൽഫ് എംപ്ലോയ്ഡ് ആണെങ്കിൽ നിങ്ങളുടെ മിനിമം മന്ത്ലി ഇൻകം വരേണ്ടത് 30,000 രൂപയാണ്. ഇത് ഷോപ്പിങ്ങിന് ഇമ്പോർട്ടൻസ് കൊടുത്തുള്ള ഒരു ക്രെഡിറ്റ് കാർഡാണ്. ആമസോൺ, അതുപോലെ തന്നെ ബുക്ക് മൈ ഷോ, പിന്നെ ലെൻസ് കാർഡ് പോലെ ഇവരുമായി അസോസിയേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ബ്രാൻഡുകളിൽ നിങ്ങൾ ഈ ഒരു കാർഡ് ഉപയോഗിച്ച് പേയ്മെന്റ് നടത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 10 റിവാർഡ് പോയിന്റ് ലഭിക്കും. ഈ ഒരു കാർഡ് ഉപയോഗിച്ചുള്ള മറ്റെല്ലാ പേയ്മെന്റുകൾക്കും ഓരോ 100 രൂപ സ്പെൻഡ് ചെയ്യുമ്പോഴും 5 റിവാർഡ് പോയിന്റും ലഭിക്കുന്നതായിരിക്കും. പിന്നെ നിങ്ങൾ ഈ ഒരു കാർഡ് അപ്ലൈ ചെയ്ത് കിട്ടിക്കഴിയാൻ നേരത്ത് ഒരു വെൽക്കം ഗിഫ്റ്റ് ആയിട്ട് 500 രൂപയുടെ ആമസോൺ ഗിഫ്റ്റ് വൗച്ചറും SBI സിംപ്ലി ക്ലിക്ക് ക്രെഡിറ്റ് കാർഡ് ഓഫർ ചെയ്യുന്നുണ്ട്. പിന്നെ മൈൽ
സ്റ്റോൺ ഗിഫ്റ്റും ഈ ഒരു ക്രെഡിറ്റ് കാർഡിന്റെ ഭാഗമായിട്ട് ലഭ്യമാണ്. അതായത് നിങ്ങൾ ഈ ഒരു കാർഡ് ഉപയോഗിച്ച് ഒരു വർഷത്തിൽ 1 ലക്ഷം രൂപ സ്പെൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 2000 രൂപയുടെ ഒരു ഗിഫ്റ്റ് വൗച്ചർ ലഭിക്കും. അതുപോലെ തന്നെ 2 ലക്ഷം രൂപ സ്പെൻഡ് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് 2000 രൂപയുടെ ഒരു ഗിഫ്റ്റ് വൗച്ചർ ലഭിക്കുന്നതാണ്. പിന്നെ 1% ഫ്യൂവൽ സർചാർജ് വെയ്വർ ഓപ്ഷനും ഈ ഒരു കാർഡിന്റെ ഭാഗമായിട്ട് ലഭ്യമാണ്. മിനിമം എമൗണ്ട് വരുന്നത് 500 രൂപയും മാക്സിമം എമൗണ്ട് വരുന്നത് 3000 രൂപയുമാണ്. തുടക്കക്കാർക്ക് പറ്റിയ മറ്റൊരു ക്രെഡിറ്റ് കാർഡാണ് കൊടക് 811 ക്രെഡിറ്റ് കാർഡ്. ഇതൊരു ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇട്ട് അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് ലഭിക്കുന്ന ഒരു ക്രെഡിറ്റ് കാർഡാണ്. ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇടേണ്ട മിനിമം എമൗണ്ട് വരുന്നത് 15000 രൂപയാണ്. ഈ ഒരു കാർഡ് സൗജന്യമാണ്, ലൈഫ് ടൈം സൗജന്യമായിട്ടുള്ള ഒരു ക്രെഡിറ്റ് കാർഡാണ്. 18 വയസ്സ് മുതൽ 75 വയസ്സ് വരെ ഉള്ളവർക്ക് ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇട്ടുകൊണ്ട് ഈ ഒരു കാർഡിന് അപ്ലൈ ചെയ്യാം. നിങ്ങൾ ഈ ഒരു കാർഡ് ഉപയോഗിച്ച് നിങ്ങൾ 75000 രൂപ ഒരു വർഷത്തിൽ സ്പെൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 750 രൂപയുടെ ക്യാഷ് ബാക്ക് ആണ് ഈ ഒരു കാർഡ് ഓഫർ ചെയ്യുന്നത്. പിന്നെ നിങ്ങൾ ഈ ഒരു കാർഡ് ഉപയോഗിച്ച് ഓൺലൈനിൽ ഓരോ 100 രൂപ സ്പെൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 2 റിവാർഡ് പോയിന്റും മറ്റെല്ലാ ട്രാൻസാക്ഷനുകൾക്കും ഓരോ 100 രൂപ സ്പെൻഡ് ചെയ്യുമ്പോഴും 1 റിവാർഡ് പോയിന്റും ഈ ഒരു കൊടക് 811 ക്രെഡിറ്റ് കാർഡ് ഓഫർ ചെയ്യുന്നു. പിന്നെ നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡിന്റെ ലിമിറ്റിന്റെ 90% എമൗണ്ടും നിങ്ങൾക്ക് ATM വഴി ക്യാഷ് ആയിട്ട് വിഡ്രോ ചെയ്യാം. മെയിൻ അട്രാക്ഷൻ വരുന്നത് ഇങ്ങനെ ക്യാഷ് ആയിട്ട് വിഡ്രോ ചെയ്യുമ്പോൾ നമ്മൾ പലിശ നൽകേണ്ടതായിട്ടില്ല. 48 ദിവസമാണ് നമുക്ക് ഇങ്ങനെ പലിശ ഇല്ലാതെ ഉപയോഗിക്കാനായിട്ട് സാധിക്കുക. പക്ഷേ ഫിനാൻസ് ചാർജ് വരുന്നുണ്ട്. നിങ്ങൾ എടുക്കുന്ന ഓരോ 10000 രൂപക്ക് 300 രൂപ ഫിനാൻസ് ചാർജ് ആയിട്ട് നൽകേണ്ടതായുണ്ട്. പിന്നെ ഈ ഒരു കാർഡിന്റെ ഭാഗമായിട്ട് ആഡ് ഓൺ കാർഡ് ഫെസിലിറ്റിയും ലഭ്യമാണ്. നിങ്ങളുടെ ഫാമിലിയിൽ ഉള്ളവർക്ക് ക്രെഡിറ്റ് കാർഡ് വേണമെങ്കിൽ ഇതിന്റെ അണ്ടറിൽ നിങ്ങൾക്ക് വേഗത്തിൽ തന്നെ ക്രെഡിറ്റ് കാർഡ് അപ്രൂവ് ആക്കി കൊടുക്കാനായിട്ട് സാധിക്കും. ആ ക്രെഡിറ്റ് കാർഡുകളിലേക്ക് ലിമിറ്റ് നിങ്ങൾക്ക് തന്നെ സെറ്റ് ചെയ്യാനും സാധിക്കും. പിന്നെ ഈ ഒരു കാർഡിൽ 1% ഫ്യൂവൽ സർചാർജ് വേവർ ഓപ്ഷൻ അവൈലബിൾ ആണ്. മിനിമം ട്രാൻസാക്ഷൻ എമൗണ്ട് വരുന്നത് 500 രൂപയും പരമാവധി ട്രാൻസാക്ഷൻ എമൗണ്ട് വരുന്നത് 3000 രൂപയുമാണ്. തുടക്കക്കാർക്ക് പറ്റിയ മറ്റൊരു ക്രെഡിറ്റ് കാർഡാണ് ബാങ്ക് ഓഫ് ബറോഡയുടെ പ്രൈം ക്രെഡിറ്റ് കാർഡ്. ഇതും ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇട്ട് അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്ന ഒരു ക്രെഡിറ്റ് കാർഡാണ്. മിനിമം ഇടേണ്ട ഫിക്സഡ് ഡെപ്പോസിറ്റ് എമൗണ്ട് വരുന്നത് 15000 രൂപയാണ്. ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഇൻകം പ്രൂഫോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ നൽകേണ്ടതായിട്ടില്ല. അപ്ലൈ ചെയ്യുന്ന എല്ലാവർക്കും തന്നെ ഈ ഒരു ക്രെഡിറ്റ് കാർഡ് ലഭിക്കുന്നതാണ്. ഈ ഒരു കാർഡ് ഉപയോഗിച്ചുള്ള എല്ലാ ട്രാൻസാക്ഷനുകൾക്കും 1% ക്യാഷ് ബാക്ക് ലഭിക്കുന്നതാണ്. പിന്നെ 1% ഫ്യൂവൽ സർചാർജ് വെയ്വറും ലഭ്യമാണ്. ഫ്യൂവൽ നിറക്കുമ്പോൾ മിനിമം ട്രാൻസാക്ഷൻ വരേണ്ടത് 400 രൂപയും മാക്സിമം ട്രാൻസാക്ഷൻ എമൗണ്ട് വരുന്നത് 5000 രൂപയുമാണ്. ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇട്ട് അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് ലഭിക്കുന്ന ക്രെഡിറ്റ് കാർഡ് ആയതുകൊണ്ട് തന്നെ ഇതിന് ജോയിനിങ് ഫീയോ ആനുവൽ ഫീയോ ഒന്നും തന്നെ ഇല്ല. ലൈഫ് ടൈം ഫ്രീ ആയിട്ടുള്ള ഒരു ക്രെഡിറ്റ് കാർഡാണ്. പിന്നെ നിങ്ങൾ ഈ ഒരു ക്രെഡിറ്റ് കാർഡ് എടുത്തു കഴിഞ്ഞാൽ പേഴ്സണൽ ആക്സിഡന്റ് ഡെത്ത് കവർ സൗജന്യമായിട്ട് ലഭിക്കും. 50 ദിവസമാണ് ഈ ഒരു ക്രെഡിറ്റ് കാർഡിന്റെ ഇൻട്രസ്റ്റ് ഫ്രീ പീരീഡ് വരുന്നത്. പിന്നെ ICICI ബാങ്ക് പ്രൊവൈഡ് ചെയ്യുന്ന ആമസോണിന്റെ ക്രെഡിറ്റ് കാർഡും അതുപോലെ തന്നെ ആക്സിസ് ബാങ്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഫ്ലിപ്കാർട്ടിന്റെ ക്രെഡിറ്റ് കാർഡും തുടക്കക്കാർക്ക് പറ്റിയ ക്രെഡിറ്റ് കാർഡുകളാണ്. ഈ ക്രെഡിറ്റ് കാർഡുകളെ പറ്റി നമ്മൾ ഇതിന് മുമ്പ് വീഡിയോ ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ അതിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. ആ കാർഡുകളെ പറ്റി അറിയാനായിട്ട് മുൻപ് ചെയ്ത വീഡിയോ കാണുക. വീഡിയോയുടെ ലിങ്ക് ഈ വീഡിയോക്ക് താഴെ നൽകുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് മാർക്കറ്റിൽ നിലവിൽ ലഭ്യമായിട്ടുള്ള ബിഗിനേഴ്സിന് പറ്റിയ ക്രെഡിറ്റ് കാർഡുകൾ. ഇതിൽ ഉപരിയായിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും ക്രെഡിറ്റ് കാർഡുകളെ പറ്റി അറിയാമെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. നമ്മൾ അതുകൂടി ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് ആ കാർഡിന്റെ ഫീച്ചേഴ്സ് ഒക്കെ വെച്ചുകൊണ്ട് ഈ ഒരു വീഡിയോയുടെ സെക്കൻഡ് പാർട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ലൈക്ക് നൽകുക. നിങ്ങൾ ആദ്യമാണ് ഈ ചാനലിലെ വീഡിയോ കാണുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ടെലിഗ്രാം ചാനലിന്റെയും ഫേസ്ബുക്ക് പേജിന്റെയും ഇൻസ്റ്റാഗ്രാമിന്റെയും ഒക്കെ ലിങ്ക് വീഡിയോക്ക് താഴെ നൽകുന്നുണ്ട്. അതുകൂടി ഒന്ന് ഫോളോ ചെയ്യുക. ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഒക്കെ ലഭ്യമായിട്ടുള്ള ഓഫേഴ്സിനെ പറ്റി അറിയാനായിട്ട് നമുക്കൊരു കമ്മ്യൂണിറ്റി ഉണ്ട്, എൻ്റെ ഓഫർ എന്ന് പറഞ്ഞ്. അതിനും ഒരു ടെലിഗ്രാം ചാനലും ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടും ഫേസ്ബുക്ക് പേജും ഉണ്ട്. അതിൻ്റെ ലിങ്കും വീഡിയോക്ക് താഴെ നൽകുന്നുണ്ട്. ആ അക്കൗണ്ടുകൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആമസോണിലേക്ക് വരുന്ന ഡീലുകളൊക്കെ ഇൻസ്റ്റൻ്റ് ആയിട്ട് അറിയുവാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടുകൂടി